ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ, സലീംകുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്, സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണ് ഇതിന്റെ പുറകിൽ? ആരാണ് ഇതിന്റെ പുറകിൽ? ഈ ക്യാമ്പയിന്റെ പുറകിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. ഇത് ചെയ്യുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിന്റെ ഭാഗമായിട്ട് സത്യത്തിൽ ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത്? അതാണോ ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? BJP UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ഞാൻ നിയമസഭയിൽ മറുപടി കൊടുത്തല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? നിയമത്ത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞല്ലേ. നിയമത്ത് ഞങ്ങളുടെ വോട്ടും അവരുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാത്തന്നൂരും അതുപോലെ കഴക്കൂട്ടത്തും ഞങ്ങളുടെ വോട്ട് കൂടി. CPM-ന്റെ വോട്ട് 11,000 വോട്ടും 17,000 വോട്ടും കുറച്ചു. അവിടെ CPM BJP ഡീലായിരുന്നു ജയിപ്പിക്കാൻ വേണ്ടി. കാരണം BJP-യുടെ ഏറ്റവും വലിയ നേതാക്കൾ അവര് മത്സരിച്ച സ്ഥലത്താണ് ഈ വിജയം ഉണ്ടായത്. അതാണ് ഡീല്. അവരുടെ കയ്യിൽ അവരുടെ മുതിർന്ന നേതാക്കൾ കൈവശം വച്ചിരുന്ന സീറ്റുകളാണ് വെള്ളിത്താളത്തിലാക്കി BJP-ക്ക് കൈമാറിയത്. മനസ്സിലായില്ലേ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ ചർച്ച. അവരുടെ പാർട്ടിയുടെ അണികളും പാർട്ടിയുടെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെയുള്ള അന്നത്തെ മന്ത്രിമാര് ഉൾപ്പെടെയുള്ള ആളുകളെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിക്കുകയും എടുത്ത നിലപാടുകൾ മതേതരമല്ലാത്ത നിലപാട് എടുത്തതിനെ ഒരു ചോദ്യം ചെയ്യുമായിരുന്നു. അതായിരുന്നു അവിടെ ചർച്ചയിൽ നടന്നത് അല്ലേ? അതൊക്കെ ഇപ്പൊ അവസാനം കുറച്ചു കാര്യമൊക്കെ സംഭവിച്ചു. അതിന്റെ കൂടെ വെറുതെ ഒരു മരുന്നിന് വേണ്ടി ഇത് ചേർത്തെന്ന് മാത്രമല്ല, അത് ഗൗരവമായിട്ട് എടുക്കണ്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.